നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൗതുകമുണർത്തിയ ഒരു വാർത്തയായിരുന്നു K2-18b എന്ന് പറയുന്ന ഒരു അന്യഗ്രഹത്തിലെ ജീവൻ്റെതായിരിക്കുന്ന സാധ്യതകൾ കണ്ടെത്തി എന്നുള്ള വാർത്ത. അതായത് അതിനെ അവർ പറഞ്ഞത് ബയോളജിക്കൽ സൈൻ എന്നാണ്. അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ നിക്കു മധുസൂദൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ബയോളജിക്കൽ സൈൻ ഈ 124 പ്രകാശവർഷം അകലെയുള്ള ഈ K2-18b എന്ന് പറയുന്ന ഗ്രഹത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ടീം ഈ K2-18bനെ പറയുന്നത് ഹൈഷ്യൻ പ്ലാനറ്റ് എന്നാണ്. ഹൈഷ്യൻ പ്ലാനറ്റ് അത് അവർ തന്നെ കൊടുത്തതായിരിക്കുന്ന ഒരു പേരാണ്. ഈ 124 പ്രകാശവർഷം അകലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് എത്ര അധികം ദൂരെയാണെന്നുള്ളത്. പ്രകാശം ഒരു സെക്കൻഡിൽ ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെ. അങ്ങനെയെങ്കിൽ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഗ്രഹത്തിലേക്ക് എത്താനായിട്ട് 124 വർഷം പ്രകാശം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഈ പ്ലാനറ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനോടകം പല ഗവേഷണ സംഘങ്ങൾ ഈ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മറ്റ് ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമാണ് ഈ നിക്കു മധുസൂദനൻ നേതൃത്വം കൊടുക്കുന്ന ടീം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇതൊരു ഹൈഷ്യൻ പ്ലാനറ്റ് ആണെന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഹൈഡ്രജനും അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഓഷ്യനുമാണ് എന്നാണ് പറയുന്നത്. ഇതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നതായിരിക്കുന്ന മറ്റ് ഗവേഷണ സംഘങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാഗ്മ ഓഷ്യനാണ് എന്നാണ് പറയുന്നത്, അല്ലാതെ ലിക്വിഡ് വാട്ടർ അല്ല ഇതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിക്കു മധുസൂദനൻ്റെ ടീം പറയുന്നത് ഇത് ലിക്വിഡ് വാട്ടർ ഓഷ്യനാണെന്നുള്ള നിലയിൽ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് നിക്കു മധുസൂദനൻ്റെ ഡോക്ടറൽ അഡ്വൈസർ ആയിരിക്കുന്ന സാറാ സീഗർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. സാറാ സീഗർ എന്ന് പറയുന്നത് ഈ ഗവേഷണ സംഘത്തിൻ്റെ ഭാഗമല്ല ഇപ്പോൾ, എന്നാൽ മുൻപ് നിക്കു മധുസൂദനൻ്റെ ഡോക്ടറൽ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതോടുകൂടി പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ K2-18b എന്ന് പറയുന്ന ഗ്രഹത്തിൽ ജീവനുണ്ട് എന്നുള്ള നിലയിലാണ്. ജീവനുണ്ട് എന്നുള്ള കാര്യം നിക്കു മധുസൂദനോ അതിൻ്റെ ടീം അംഗങ്ങളോ സമ്മതിച്ചിട്ടില്ല. അവരതിനെ സംബന്ധിച്ച് പറയുന്നത് ഇതൊരു ബയോ സിഗ്നേച്ചർ മാത്രമാണ്. ജീവനുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തെളിവായിട്ടൊന്നും നിക്കു മധുസൂദനോ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോ പറഞ്ഞിട്ടില്ല. അവരതിനെ സംബന്ധിച്ച് പറയുന്നത് ഇനിയും ഫർദറായിട്ടുള്ള എവിഡൻസ് കിട്ടിയാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. സാറാ സീഗർ പോലെയുള്ള മറ്റ് സയൻറ്റിസ്റ്റുകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സോ പ്ലാനറ്റിലെ കെമിക്കൽ പ്രോസസ്സ് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവിടുത്തെ കെമിസ്ട്രി എന്താണെന്നുള്ള കാര്യം നമ്മൾക്ക് ഇതുവരെയും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എർത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഗമനങ്ങളും അനുമാനങ്ങളും മാത്രമാണ് ഇതെന്നുള്ളതാണ്. മധുസൂദനൻ്റെ ടീം കണ്ടെത്തിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ K2-18b എന്ന് പറയുന്ന പ്ലാനറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ ജീവന് സാധാരണ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നമ്മുടെ ഭൂമിയിൽ പുറത്തു വരുന്നതായിരിക്കുന്ന ചില ഗ്യാസുകളുണ്ട്, ചില മോളിക്യൂൾസുകളുണ്ട്. അതിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ K2-18bയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നിക്കു മധുസൂദനൻ്റെ ടീം അവകാശപ്പെടുന്നത്. അതിനെ അവർ പറയുന്നത് 3 സിഗ്മ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എവിഡൻസ് എന്നുള്ള നിലയിലാണ് അവർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ മധുസൂദനൻ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 സിഗ്മ ലെവൽ കൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയില്ല പറയുന്ന എക്സോ പ്ലാനറ്റിലെ ജീവനുണ്ട് എന്നുള്ളത്. അവർ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരു 5 സിഗ്മ ലെവലെങ്കിലും എവിഡൻസ് അതിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർ ഉപയോഗിച്ച ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന ആ ടെലസ്കോപ്പ്, ഏറ്റവും ആധുനികമായിരിക്കുന്ന ടെലസ്കോപ്പ്. അതിലൂടെ നിരീക്ഷിക്കുമ്പോൾ K2-18b എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രകാശം ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ, ഈ ഗ്രഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ പതിക്കുകയും ആ അറ്റ്മോസ്ഫിയറിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജെയിംസ് വെബ് ടെലസ്കോപ്പ് അതിലെ ഗ്യാസസിൻ്റെ കെമിക്കൽ സിഗ്നേച്ചേഴ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിൽ ഏതുതരം ഗ്യാസസ് ആണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്ന 2 പ്രധാനപ്പെട്ട ഗ്യാസസ് ആണ് DMSഉം DMDS എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 ഗ്യാസസ്. അതായത് ഡൈമെഥൈൽ സൾഫൈഡും അതുപോലെ തന്നെ ഡൈമെഥൈൽ ഡൈസൾഫൈഡ്, ഇങ്ങനെ 2 ഗ്യാസസിൻ്റെ സാന്നിധ്യമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ഈ K2-18b എന്ന് പറയുന്ന പ്ലാനറ്റിലെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത് എന്നാണ് നിക്കു മധുസൂദനൻ അടങ്ങുന്ന ടീം ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് നിക്കു മധുസൂദനൻ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ജീവവർഗ്ഗം അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരു 5 സിഗ്മ ലെവൽ ഓഫ് എവിഡൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കതിനെ അങ്ങനെ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ കെമിസ്ട്രി എന്താണെന്നുള്ളത് നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയാൻ പാടില്ല. അത് തന്നെ മറ്റു പല ആസ്ട്രോഫിസിസ്റ്റുകളും പറയുന്നുണ്ട്, പല എക്സ്പേർട്സുകളും ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മൾ എക്സോ
പ്ലാനറ്റുകളെ കെമിസ്ട്രി നമ്മളെ ഭൂമിയിലെ പോലെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ കെമിക്കൽ പ്രോസസ്സ് ഇവിടുത്തെ പോലെയാണെന്ന് നമുക്ക് 100% പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് മറ്റ് ചില എക്സ്പേർട്സുകൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാനറ്റുമായി ബന്ധപ്പെട്ട്, അതായത് K2-18b ബന്ധപ്പെട്ട് തന്നെ ഗവേഷണം നടത്തുന്ന മറ്റു പല ടീമുകളുണ്ട്. അവരുടെ പഠനങ്ങളും ഇവരുടെ പഠനവും, അതായത് നിക്കു മധുസൂദനൻ ടീമിൻ്റെ പഠനവും കൂടി ചേർത്ത് വെച്ചിട്ട് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ദൂരത്തുള്ള ഒരു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തെറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് ഇതിനെ പ്രത്യക്ഷതയിൽ നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നും എക്സ്പേർട്സുകൾ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നവരുണ്ട്. നമുക്കറിയാം, നമ്മളിന്ന് ശ്വസിക്കുന്നതായിരിക്കുന്ന ജീവവായു അത് പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുമാണ്. അതായത് മൈക്രോബിയൽ ലൈഫുകളാണ് ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്ലാങ്ക്ടണുകൾ എന്ന് പറയുന്നത്. പ്ലാങ്ക്ടണുകളിൽപ്പെട്ട സസ്യ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ എന്ന് പറയുന്നത്. അവയാണ് DMSഉം അതുപോലെ തന്നെ DMDSഉം പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും മൈക്രോബിയൽ ലൈഫ് അവിടെ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഇവരെ സംശയിക്കുന്നത്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പൂർണ്ണമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇത് മറ്റെന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് ഇതിനെ സംബന്ധിച്ച് നിരീക്ഷിക്കുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. K2-18b പോലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവർ പറയുന്നത് ഈ ഗ്രഹം എന്ന് പറയുന്നത് മിനി നെപ്റ്റ്യൂൺ ആണെന്നാണ്, അല്ലെങ്കിൽ സബ് നെപ്റ്റ്യൂൺ എന്നുള്ള നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നെപ്റ്റ്യൂണേക്കാൾ ചെറുതും ഭൂമിയേക്കാൾ വലുതുമായിരിക്കുന്ന ഗ്രഹം എന്നുള്ള നിലയിൽ. ഭൂമിയേക്കാൾ 8.6 മടങ്ങാണ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2.6 മടങ്ങ് വലുതാണ് ഭൂമിയേക്കാൾ ഈ ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് ഈ ഗ്രഹം. എന്നാൽ ഇതിനെ അറിയപ്പെടുന്നത് മിനി നെപ്റ്റ്യൂൺ എന്നാണ്. അങ്ങനെ മിനി നെപ്റ്റ്യൂൺ എന്നുള്ള നിലയിൽ പഠനം നടത്തുന്ന ഗവേഷകരും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ചില എക്സ്പേർട്സുകൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 124 പ്രകാശവർഷം അകലെയുള്ള ഇത്രയധികം ദൂരെയുള്ള പ്രകാശം തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 124 വർഷം കൊണ്ടേ അവിടെ ചെല്ലുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രഹത്തിലെ അതിൻ്റെ സർഫസ് എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. അതൊരു ഗ്യാസ് ജയൻ്റ് ആണോ അതോ ലിക്വിഡ് എന്ന് പറയുമ്പോഴേക്കും ഏതുതരം ലിക്വിഡാണ്, അല്ലെങ്കിൽ അത് മാഗ്മ ഓഷനാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈഷ്യൻ വേൾഡാണോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമ്മൾക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു സ്ഥിരീകരണം, 100% സ്ഥിരീകരണം ആവശ്യമായിരിക്കുന്നു എന്നാണ് ചിലർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. കാരണം ഇത്രമേൽ അകലെയുള്ള ഒരു ഗ്രഹമാണ്, 124 പ്രകാശവർഷം അകലെയുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അവിടെ ജീവനുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ അത് കുറേ കൂടി ശ്രദ്ധാപൂർവം പറയേണ്ടത് ഒന്നാണ്. അല്ലാതെ പൂർണ്ണമായ എവിഡൻസ് ഇല്ലാതെ ബാലിശമായ നിലയിൽ ആവേശത്തിൻ്റെ പുറത്ത് പറയേണ്ട ഒന്നല്ല ഇത് എന്നാണ് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നതായിരിക്കുന്ന ചിലർ പറയുന്നത്. എന്നാൽ പല ചാനലുകളും അതുപോലെ തന്നെ പലരും ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ജീവൻ കണ്ടെത്തി എന്നുള്ള നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് വളരെ തെറ്റിദ്ധാരണജനകമായിരിക്കുന്ന ഒന്നാണ്. ജീവൻ കണ്ടെത്തിയെന്നല്ല, DMS എന്ന് പറയുമ്പോൾ ഡൈമെഥൈൽ സൾഫൈഡ്, DMDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമെഥൈൽ ഡൈസൾഫൈഡ് എന്നുള്ള, ഇത് രണ്ടും ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഈ ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന ഗ്യാസുകളാണ്. അപ്പോൾ അതിൻ്റെ ചില സാന്നിധ്യങ്ങൾ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ്. അത് ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവിടെ നടക്കണമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല. കാരണം അവിടുത്തെ കെമിസ്ട്രി നമുക്ക് അൺനോൺ ആണ്, നമുക്കറിയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും കെമിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് തന്നെയാണോ ഇതുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണോ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണോ നമുക്ക് അവിടെ ഉണ്ടാകണമെന്ന് അറിയാൻ പാടില്ല. എന്നിരിക്കെ നമ്മൾക്ക് അവിടെ ജീവനുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം എല്ലാവരും അടിവരായിട്ട് പറയാറുണ്ട്. കാരണം ഈ എക്സോ പ്ലാനറ്റുകളിലെ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ കെമിസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ കെമിസ്ട്രി, ആ പ്രോസസ്സ് വ്യത്യസ്തമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറേ കൂടി ബഹുമാനത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തിൽ സമീപിക്കുന്നതാണ് നല്ലത്.